വെൽക്കം ടു NRI Well. ഉയർന്ന ജീവിത നിലവാരവും സുരക്ഷയും ആഗ്രഹിക്കുന്നവരുടെ ലക്ഷ്യസ്ഥാനമായി മാറിയിരിക്കുകയാണ് പടിഞ്ഞാറൻ യൂറോപ്പ്. ക്വാളിറ്റി ഓഫ് ലിവിംഗ് റിപ്പോർട്ടിൽ ആദ്യം എത്തിയത് സ്വിറ്റ്സർലൻഡിലെ സ്യൂറിക്. നഗരങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലിവിംഗ് വേൾഡ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം സ്വിസ് നഗരമായ സൂറിക്കിന്. ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള പ്രമുഖ കൺസൾട്ടിംഗ് സ്ഥാപനമായ മെർസർ ആണ് ഇതു സംബന്ധിച്ച പട്ടിക തയ്യാറാക്കിയത്. രാഷ്ട്രീയ സ്ഥിരത, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, വിനോദം, പാർപ്പിടം തുടങ്ങി അനേക ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ക്വാളിറ്റി ഓഫ് ലിവിംഗ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. സ്വിറ്റ്സർലൻഡിന്റെ സാമ്പത്തിക കേന്ദ്രമാണ് സൂറിക്. മികച്ച പൊതുസേവനങ്ങൾ, കുറഞ്ഞ കുറ്റകൃത്യങ്ങളുടെ നിരക്ക്, ഊർജ്ജസ്വലമായ സാംസ്കാരിക രംഗം, ശക്തമായ പ്രതിബദ്ധത എന്നിവയ്ക്ക് ഈ നഗരം പേരുകേട്ടതാണ്. കാര്യക്ഷമമായ പൊതുഗതാഗത സംവിധാനവും ഇവിടുത്തെ പ്രത്യേകതയാണ്. സൂറിക്കിനു പിന്നിൽ 2 സ്വിസ് നഗരങ്ങൾ കൂടി റാങ്കിങ്ങിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ജനീവ 3-ാം സ്ഥാനത്തും ബേൺ 9-ാം സ്ഥാനത്തുമെത്തി. ശക്തമായ അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റികൾ, മികച്ച ആരോഗ്യ സംരക്ഷണം, മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവയുൾപ്പെടെ 2 നഗരങ്ങളും സമാനമായ മികവ് പുലർത്തുന്നു. പട്ടികയിൽ 2-ാം സ്ഥാനത്ത് വിയന്നയാണ്. 4-ാമത് ഡെൻമാർക്കിലെ കോപ്പർഹേഗനും 5-ാമത് ഓക്ലൻഡും ഇടം പിടിച്ചു. ഇന്ത്യൻ നഗരങ്ങളിൽ ഹൈദരാബാദാണ് ലോക റാങ്കിങ്ങിൽ ഏറ്റവും മുന്നിൽ. 150-ാമത്തെ സ്ഥാനമാണ് ഹൈദരാബാദിന് ലഭിച്ചത്. മികച്ച ജീവിത നിലവാരം പുലർത്തുന്ന നഗരങ്ങളുടെ ആഗോള പട്ടികയിൽ ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, US, കാനഡ എന്നീ രാജ്യങ്ങളിലെ നഗരങ്ങളും മുന്നിലെത്തി. യമനിലെ സന, സെൻട്രൽ ആഫ്രിക്കയിലെ ബംഗൂയി, ഇറാഖിലെ ബാഗ്ദാദ്, സുഡാനിലെ ഖാർത്തും എന്നീ നഗരങ്ങളാണ് പട്ടികയിൽ ഏറ്റവും പിന്നിൽ. ഇമിഗ്രേഷൻ സംവിധാനത്തിൽ പരിഷ്കാരം നടപ്പിലാക്കിയിരിക്കുകയാണ് UK. കുടിയേറ്റം റെക്കോർഡ് ഉയരത്തിലെത്തിയതോടെയാണ് പുതിയ പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചത്. UK-യിലേക്കുള്ള നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കുന്നതിനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി KR സ്റ്റാമർ. സ്വദേശികളെ പരിശീലിപ്പിക്കുന്നതിനും വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും മുൻഗണന നൽകേണ്ടത് ആവശ്യമാണെന്നാണ് സ്റ്റാമർ പറഞ്ഞത്. 2023 ജൂണിൽ അവസാനിച്ച വർഷത്തിൽ നെറ്റ് എമിഗ്രേഷൻ 9,06,000 ഉയർന്നുവെന്ന് വെളിപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. മുൻ കൺസർവേറ്റീവ് ഗവൺമെന്റിന്റെ നയങ്ങളെ സ്റ്റാമർ വിമർശിച്ചു. കുടിയേറ്റ സംഖ്യയിൽ കുത്തനെ വർധനവാണ് അക്കാലയളവിലുണ്ടായത്. 2021 കൺസർവേറ്റീവുകൾ അവതരിപ്പിച്ച പോയിന്റ് അധിഷ്ഠിത സംവിധാനത്തിന് കീഴിലുള്ള വിസ റൂട്ടുകൾ പരിഷ്കരിക്കുന്നതിനുള്ള നടപടികൾ പ്രധാനമന്ത്രി വിശദീകരിച്ചു. അപേക്ഷകരുടെ കഴിവുകളും യോഗ്യതകളും അടിസ്ഥാനമാക്കിയാണ് വിസ അനുവദിക്കുന്നത്. കുടിയേറ്റത്തെ അമിതമായി ആശ്രയിക്കുന്ന വ്യവസായങ്ങളെയാണ് മാറ്റങ്ങൾ ലക്ഷ്യമിടുന്നതെന്നും പ്രാദേശിക തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിന് ബിസിനസ്സുകൾ നിക്ഷേപം നടത്തേണ്ടതുണ്ടെന്നും സ്റ്റാമർ പറഞ്ഞു. ബ്രെക്സിറ്റ് യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള കുടിയേറ്റം കുറയ്ക്കുന്നതിന് ഇടയാക്കിയപ്പോൾ പുതിയ വിസ നിയമങ്ങൾ ഇന്ത്യ, നൈജീരിയ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളുടെ വർധനവിന് കാരണമായി. ദശലക്ഷക്കണക്കിന് കുടിയേറ്റക്കാർക്ക് അടുത്ത വർഷം കാനഡ വിടേണ്ടി വന്നേക്കാം. 5 ലക്ഷം താൽക്കാലിക പെർമിറ്റുകൾ അടുത്ത വർഷം അവസാനത്തോടെ കാലഹരണപ്പെടുമെന്നതിനാൽ കുടിയേറ്റക്കാർ സ്വമേധയാ രാജ്യം വിടുമെന്നാണ് പ്രതീക്ഷ. താൽക്കാലിക പെർമിറ്റുകളിൽ രാജ്യത്തെത്തിയ കുടിയേറ്റക്കാർ സ്വമേധയാ കാനഡ വിട്ടുപോകാൻ തയ്യാറെടുക്കുകയാണ്. പെർമിറ്റ് കാലഹരണപ്പെടാൻ പോകുന്ന 4.9 ദശലക്ഷം താൽക്കാലിക വിസ ഉടമകളെക്കുറിച്ച് ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ കോമൺസ് ഇമിഗ്രേഷൻ കമ്മിറ്റിയെ അറിയിച്ചിരുന്നു. കനേഡിയൻ ബോർഡർ സർവീസസ് ഏജൻസി അധികമായി താമസിക്കുന്നവർക്കെതിരെ ഇമിഗ്രേഷൻ നിയമങ്ങൾ നടപ്പാക്കാൻ പ്രവർത്തിക്കുന്നതിനാൽ നിരവധി വിസ ഉടമകൾ സ്വമേധയാ രാജ്യം വിട്ടുപോകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മില്ലർ പറഞ്ഞു. അതേസമയം 2025 ഡിസംബറോടെ 7,66,000 സ്റ്റഡി പെർമിറ്റുകളും കാലഹരണപ്പെടും. പുതിയ നയത്തിന്റെ ഭാഗമായി അടുത്ത 3 വർഷത്തിനുള്ളിൽ കാനഡയിൽ പ്രവേശിക്കുന്ന സ്ഥിരം താമസക്കാരുടെയും താൽക്കാലിക താമസക്കാരുടെയും എണ്ണത്തിൽ ട്രൂഡോ സർക്കാർ ഗണ്യമായ കുറവ് വരുത്തിയിട്ടുണ്ട്. പുതിയ ഇമിഗ്രേഷൻ ലെവൽ പ്ലാൻ അനുസരിച്ച് സ്ഥിരതാമസക്കാരുടെ ലക്ഷ്യം 2025 5 ലക്ഷത്തിൽ നിന്ന് 3,95,000 കുറയും. താൽക്കാലിക തൊഴിലാളികളുടെയും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെയും എണ്ണത്തിലും കുറവുണ്ടാകും. 2026ഓടെ താൽക്കാലിക വിദേശ തൊഴിലാളികളുടെ എണ്ണം 40% കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ലക്ഷ്യം 10% കുറയും. കാനഡയിലെ ജനസംഖ്യയുടെ വളർച്ച മന്ദഗതിയിലാക്കുന്നതിനും ഭവന ആരോഗ്യ സംരക്ഷണം, സാമൂഹിക സേവനങ്ങൾ എന്നിവയ്ക്കായുള്ള വർദ്ധിച്ചുവരുന്ന ഡിമാൻഡിനൊപ്പം രാജ്യത്തെ ഇൻഫ്രാസ്ട്രക്ചറിനെ അനുവദിക്കുന്നതിനുമാണ് ഈ നീക്കങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്.
വിദേശ തൊഴിലാളികളെ തേടി ജർമ്മനി. സമ്പദ് വ്യവസ്ഥയെ നിലനിർത്താൻ കുടിയേറ്റത്തെ ആശ്രയിക്കാനുള്ള നീക്കത്തിലാണ് രാജ്യം. രാജ്യത്തെ തൊഴിൽ ശക്തി വാർദ്ധക്യത്തിലേക്ക് കടക്കുകയാണെന്നാണ് റിപ്പോർട്ട്. ഇതിന്റെ പ്രത്യാഘാതം മറികടക്കാൻ പ്രതിവർഷം ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരെ ആകർഷിക്കാനുള്ള ശ്രമത്തിലാണ് ജർമ്മനി. പ്രതിരോധ നടപടികൾ നടപ്പിലാക്കിയില്ലെങ്കിൽ സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാകും. സ്ഥിരതയുള്ള തൊഴിൽ ശക്തി നിലനിർത്താൻ 2040 വരെ ജർമ്മനിക്ക് പ്രതിവർഷം ശരാശരി 2,80,000 തൊഴിലാളികളെ ആവശ്യമായി വരുമെന്നാണ് റിപ്പോർട്ട്. ഗാർഹിക തൊഴിലാളികളുടെ പങ്കാളിത്തം ഉയരുന്നില്ലെങ്കിൽ തൊഴിൽ ശക്തി 3.5 ലക്ഷത്തിന് മേൽ ഉയർത്തേണ്ടി വരും. ജനസംഖ്യാപരമായ മാറ്റങ്ങൾക്കിടയിൽ സമ്പദ് വ്യവസ്ഥയെ നിലനിർത്തുന്നതിൽ കുടിയേറ്റത്തിന്റെ നിർണായക പങ്കിനെ അടിവരയിടുന്നതാണ് ഈ വിലയിരുത്തൽ. ഇന്ത്യക്കാർക്കുള്ള വിസ നടപടിക്രമങ്ങൾ ലളിതമാക്കി ദക്ഷിണാഫ്രിക്ക. ഇന്ത്യയുമായുള്ള വിനോദസഞ്ചാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. ഇന്ത്യക്കാർക്കായി ഡിജിറ്റൽ എൻട്രി സംവിധാനം അവതരിപ്പിക്കുകയാണ് ദക്ഷിണാഫ്രിക്ക. ഇന്ത്യയുമായുള്ള വിനോദസഞ്ചാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. നിലവിലുള്ള ഇ വിസയ്ക്കു പകരമായി പുതിയ ETA സംവിധാനം ഉറപ്പാക്കുമെന്ന് ദക്ഷിണാഫ്രിക്കൻ ടൂറിസം വകുപ്പ് വ്യക്തമാക്കി. മുൻപ് അപേക്ഷകൾക്ക് തടസ്സമായിരുന്ന അമിത ഡോക്യുമെന്റേഷൻ ഒഴിവാക്കി. ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ ഓപ്പറേറ്റർമാരിൽ നിന്ന് 23 അപേക്ഷകൾ സ്വീകരിച്ചു. പുതിയ നയപ്രകാരം യാത്രാ സംഘങ്ങൾക്ക് കൂടുതൽ വിസകൾ പ്രോസസ് ചെയ്യാൻ കഴിയും. നേരിട്ടുള്ള ഫ്ലൈറ്റ് സർവീസുകൾക്കായി എയർ ഇന്ത്യ, ഇൻഡിഗോ എയർ, സ്പൈസ് എന്നീ കമ്പനികളുമായി ടൂറിസം പ്രതിനിധി ചർച്ച നടത്തും. 2015 നിർത്തലാക്കിയ മുംബൈ ജോഹന്നാസ്ബർഗ് ഡയറക്ട് ഫ്ലൈറ്റ് പുനഃസ്ഥാപിക്കുക എന്നതാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. നിലവിൽ മിഡിൽ ഈസ്റ്റേൺ അല്ലെങ്കിൽ ആഫ്രിക്കൻ ഹബ്ബുകളിലൂടെയാണ് ഇന്ത്യക്കാർ ദക്ഷിണാഫ്രിക്കയിലെത്തുന്നത്. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. സൗദിയിൽ സ്പോൺസറിൽ നിന്ന് ഒളിച്ചോടിയവർക്ക് പുതിയ വിസയിലേക്ക് മാറാനോ രാജ്യം വിടാനോ അവസരം. ഇത് സംബന്ധിച്ച ഇളവ് പ്രാബല്യത്തിൽ വന്ന ഡിസംബർ 1 മുമ്പ് ഒളിച്ചോടിയതായി രജിസ്റ്റർ ചെയ്യപ്പെട്ടവർക്കാണ് ആനുകൂല്യം ലഭിക്കുക. UAEയിൽ BSNL റോമിംഗ് സേവനം ലഭ്യമാകും. കേരള സർക്കിളിലെ ഉപഭോക്താക്കൾക്ക് സിം മാറാതെ തന്നെ രാജ്യാന്തര റോമിംഗ് സേവനം ലഭ്യമാകും. കുവൈറ്റിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് അപ്പോയിന്റ്മെന്റുകൾ ഇനി സഹൽ ആപ്പ് വഴി. ട്രാഫിക് സംവിധാനം ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണിത്. ഓയോ ഗ്രൂപ്പിന്റെ പ്രീമിയം ഹോട്ടൽ ബ്രാൻഡായ സൺഡേ UAEയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഓയോയുടെ മാതൃസ്ഥാപനമായ ഒറാവൽ സ്റ്റേസിന്റെയും സോഫ്റ്റ് ബാങ്ക് ഗ്രൂപ്പിന്റെയും ഉടമസ്ഥതയിലുള്ള ആഡംബര ഹോട്ടൽ ബ്രാൻഡാണ് സൺഡേ. അബുദാബിയിൽ ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ലളിതമാക്കുന്നതിന് പുതിയ അതോറിറ്റി സ്ഥാപിച്ചു. വൻതോതിൽ വിദേശ നിക്ഷേപം ആകർഷിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കായലായി ചുരുങ്ങിപ്പോയ ഒരു കടൽ. പണ്ട് തുറമുഖവും മീൻപിടുത്തവും ഉണ്ടായിരുന്ന കടലാണ് വറ്റിപ്പോയത്.
ലോകത്തിൽ ഏറ്റവും എരിവുള്ള വിഭവം, അതിന് ഇന്ത്യയുമായി ബന്ധമുണ്ട്. ഏതാണ് ആ വിഭവം എന്ന് നോക്കാം. ഇതോടെ NRI വേൾഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.